നമസ്കാരം. കെ എസ് കിസാമറുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മൾ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ചെറുതേനീച്ച പെട്ടി കാർഡ്ബോർഡ് കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇങ്ങനെ കാർഡ്ബോർഡ് കൊണ്ട് പൊതിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് തണുപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ കോളനി കൂടുതൽ നല്ല വളർച്ച പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനാണ് നമ്മൾ കാർഡ്ബോർഡ് കൂട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത്. ഇങ്ങനെ കാർഡ്ബോർഡ് കൂട്ടിട്ട് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മാത്രമല്ല തണുപ്പ് ഇതിനകത്ത് എപ്പോഴും നിലനിൽക്കും. ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെയുള്ള പെട്ടിയാണ്. നിങ്ങൾക്ക് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പെട്ടി 3 സെക്ഷനായിട്ട് നമുക്ക് തിരിച്ച് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ പെട്ടി ഒന്ന് തുറക്കാൻ പോവാണേ. ഇതിൻ്റെ മോടി വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്കൊരു വേറൊരു പെട്ടിയുമായിട്ട് നമുക്ക് അതിനകത്ത് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് മാറ്റി അടച്ചു വെക്കാനാണ്. അപ്പം ഇങ്ങനെ അതിൻ്റെ അടപ്പിതാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ചെറിയ തോതിൽ പൂമ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് അത് വേറൊരു അടപ്പായിട്ട് അതേപോലെ തന്നെ ചതുരടപ്പിൽ അടച്ചു വെക്കാം. ഇനിയും അതേപോലെ തന്നെ പെട്ടിയുടെ പാർട്ടായിട്ട് തന്നെ ഒന്ന് രണ്ടായിട്ട് മാറ്റി കാണിക്കാം. ഇതുപോലെ നമ്മൾ ഒരു സ്റ്റൂളിലോ കസേരയിലോ ഒക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇതാ ഇപ്പോൾ നോക്കി ഇളക്കി മാറ്റാൻ പോകണം കണ്ടോ. ഇതിൻ്റെ ഈ സെക്ഷനും നമുക്കിങ്ങനെ ഇളക്കി മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ധാരാളം മുട്ടയുണ്ട്. ഇഷ്ടം പോലെ മുട്ടയുണ്ട് ഈ പെട്ടിക്കകത്ത്. നമുക്ക് ആ മുട്ടയ്ക്കകത്ത് റാണിമുട്ട നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് റാണിമുട്ട അടിയിലോ ഒക്കെ ആയിരിക്കും. എന്നാലും 2 എണ്ണം കൂടെ ജോയിൻറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളിലായിരിക്കും എപ്പോഴും റാണിമുട്ടയുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തൊരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പൂമ്പൊടി നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ മെഴുകെടുത്ത് വെക്കണം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് കൂടുതൽ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പെട്ടി നമ്മൾ പുതിയ പെട്ടിയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന് മെഴുകൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല. അവർ പലപ്പോഴും മാതൃകോളനിയാണ് മെഴുകും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം നമ്മൾ തേനെടുക്കുന്ന സമയങ്ങളിൽ കിട്ടുന്ന മെഴുക് അത് ശുദ്ധി ചെയ്ത് വെക്കുക. നല്ല ക്ലിയറായിട്ട് നമ്മൾ ശുദ്ധി ചെയ്ത് വെക്കണം. അങ്ങനെ ശുദ്ധി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറേശ്ശെ മെഴുക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഈ മെഴുക് ഇവരുടെ ഗോളങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് മറ്റ് ആവശ്യങ്ങൾക്കും അതുപോലെ തേൻ്റെ ഗോളങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കേസിന് ഇവർക്ക് ഈ മെഴുക് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അവർ പുറമേ നിന്നുമാണ് അവർ പശകളൊക്കെ കൊണ്ടുവരികയും അവരുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എൻട്രൻസിൻ്റെ വാതിക്കൽ നമ്മൾ മെഴുക് വെച്ച് കൊടുക്കണം. ഈ എൻട്രൻസിൻ്റെ വാതിക്കൽ മെഴുക് വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ കൂട് കണ്ടുപിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഒരു മണം പ്രത്യേകിച്ച് എപ്പോഴും ചെറുതേനീച്ചക്കൂട്ടിൽ ആവശ്യമുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള മെഴുകും കുറച്ച് വാതൊക്കെ തേക്കുകയും അതുപോലെ എൻട്രൻസിൻ്റെ ഭാഗങ്ങളിലൊക്കെ തേച്ച് വെക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ തേച്ച് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടി ഒന്ന് ഓടിക്കളിക്കാതെ ഒന്ന് ഉറച്ച് കിട്ടും. നമ്മൾ എത്ര നല്ല തുളയില്ലാതെ ഉണ്ടാക്കുന്ന പെട്ടിയാണെങ്കിലും നമുക്കൊന്ന് ഇതുപോലെ മെഴുകി ചെറിയതായിട്ട് കനം കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് പെട്ടി ഉറച്ച് കിട്ടും. അപ്പം നമ്മൾ പലപ്പോഴും പെട്ടി എടുക്കുമ്പം അതിൻ്റെ സൈഡിലെ മെഴുകളൊക്കെ ഒന്ന് ഒരു ചിരണ്ടി ഉപയോഗിച്ചിട്ട് ചിരണ്ടി വൃത്തിയാക്കുന്നതും നല്ലതാണ്. ഇനി നമുക്കിതിനകത്തുനിന്ന് പൊട്ടാത്ത കുറച്ച് തേന് നമുക്ക് അടർത്തിയെടുക്കാം. ഇങ്ങനെ പൊട്ടാത്ത തേന് കുറച്ച് മതി. അത് അടർത്തിയെടുത്ത് വെക്കുന്നത് ഈ കൂട് കൂടുതൽ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. പലരും തേനെടുത്ത് വെക്കാറൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പൂമ്പൊടി എടുത്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ പൂമ്പൊടിയും തേനും കൂടി അല്പം പൊട്ടാതെ നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് എടുക്കുന്നതിന് പല ആയുധങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ആയുധം ഓരോന്നും നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കും നല്ലതാണ്. ഈ ആയുധം ഞാൻ സാധാരണ പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ അരിയുന്ന ഒരു ആയുധമാണ്. അതുപോലെ ഇതുപോലെ ഞാനൊരു ചെറിയ ഈർക്കിലേക്ക് വരും ചെറിയ ഒരു ടൂൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രക്രിയ ഇതിനകത്ത് റാണിമുട്ട ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. റാണിമുട്ട ഇങ്ങനെ, അതായത് ഫ്രഷ് മുട്ടയ്ക്കും മുകളിൽ 2 മുട്ട കൂടെ ചേരുന്നിടത്ത് ചിലപ്പോൾ കാണും. അതുകൊണ്ട് നമ്മളിങ്ങനെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഇങ്ങനെ കിള്ളി ഇളക്കി മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ മുകളിൽ റാണിമുട്ട ഉണ്ടെങ്കിൽ താഴെ റാണിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ജോയിൻറ്റിൻ്റെ അവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഇളക്കി പരിശോധിച്ച് നോക്കാം.
നമുക്ക് റാണിമുട്ട വെച്ച് സെറ്റ് വിരിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. കാരണം റാണിമുട്ട വെച്ച് സെറ്റ് വിരിക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. കാരണം റാണിമുട്ട എത്രയും പെട്ടെന്ന് തന്നെ അത് വിരിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ കൂട് കൂടുതൽ വിജയിച്ച് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇങ്ങനെ കിള്ളി നോക്കണം. കയ്യിലെടുത്ത് കിള്ളി നോക്കുമോ, അല്ലെങ്കിൽ പെട്ടിക്കകത്ത് വെച്ചിട്ട് കിള്ളി നോക്കുമോ, അല്ലെങ്കിൽ 2 ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സാവകാശം കിള്ളി നോക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പല രീതിയിൽ ഞാൻ കിള്ളുന്ന കാണിച്ചിട്ടുണ്ട്. അതുപോലെ എപ്പോഴും മുൻവശങ്ങളിലായിട്ട് വേണം നമ്മൾ മുട്ട വെക്കാനും. ബാക്ക് സൈഡിൽ പൂമ്പടിയും അതുപോലുള്ള വസ്തുക്കളും വെക്കാം. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. എന്നതാ ഈ റാണിമുട്ട നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഇനിയും അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് പൊക്കി എടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും റാണിമുട്ടയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം ഇതൊരു ഇടുങ്ങിയ പെട്ടിയാണ്. അപ്പോൾ ഇടുങ്ങിയ പെട്ടിയിൽ നിന്നും ഇതിനോടൊക്കെ തന്നെ എങ്ങനെയാണ് എടുക്കുന്നതിനുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഇതുപോലെ പതുക്കെ നമുക്ക് ഇളക്കി നമുക്ക് അതുപോലെ തന്നെ കൈ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുട്ടകളെല്ലാം പിഞ്ചിപ്പോയി കഴിഞ്ഞാൽ അത്രയും മുട്ടയും കുഞ്ഞുങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല വിജയിക്കാനും സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മൾ റാണിമുട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റാണിമുട്ട നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു റാണിയെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ഞാൻ കമ്പി കഷണം കാണിക്കുന്നിടത്താണ് റാണി. ആ ഓടി നടക്കുന്ന വലിയ ഈച്ചയാണ് റാണി. ഈ റാണിയാണ് ഇതിൻ്റെ അകത്ത് എല്ലാ തര മുട്ടയും ഇടുന്നത്. അതായത് ആണീച്ചയുടെ മുട്ടയും പെണ്ണീച്ചയുടെ മുട്ടയെല്ലാം നമ്മുടെ സാധാരണ വൻതേനീച്ചക്കൂട്ടിൽ ഇടുന്നത് തന്നെ റാണിയാണ് ഈ മുട്ടകളെല്ലാം തന്നെ ഇടുന്നത്. അപ്പം റാണീനെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് പുതിയ കൂട്ടിലേക്ക് ഈ റാണിയെ നമുക്കൊന്ന് മാറ്റാം. ഇങ്ങനെ പുതിയ കൂട്ടിലേക്ക് റാണിയെ മാറ്റുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ റാണി അവിടെ സെറ്റായിക്കോളും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ റാണിയെ മാറ്റിയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ റാണി പുതിയ കൂടാകുമ്പോൾ പേടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടച്ചിട്ട് നമ്മൾ ശരിക്കും ബൈൻഡ് ചെയ്ത് കൃത്യമായിട്ട് അതിന് വെളിച്ചമൊന്നും കയറാതെ രീതി വെച്ചില്ലെങ്കിൽ റാണി ചിലപ്പം ഓൾസിൽ കൂടി ഇറങ്ങിപ്പോകും. അതിനാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് വാതിക്കൽ ഒരു പൈപ്പ് വെക്കുന്നത്. പൈപ്പാണെങ്കിൽ പെട്ടെന്ന് റാണി അങ്ങോട്ട് ആ പൈപ്പിൻ്റെ അകത്തൂടെ ഇറങ്ങിപ്പോകാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും പോകാറുമുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ പെട്ടി നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇൻസുലേഷൻ ടേപ്പല്ല, പാക്കിംഗ് ടേപ്പ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ടേപ്പ് കിട്ടുന്നതുകൊണ്ട് ഒട്ടിക്കാം. പക്ഷേ മാസ്കിംഗ് ടേപ്പാണ് ഏറ്റവും നല്ലപോലെ ഇതിനകത്ത് ഒട്ടുന്നത്. പക്ഷേ എനിക്കിതിവിടെ മെഷീനിൽ ഞാനിപ്പോൾ ചുറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ പാക്ക് ചെയ്യുന്ന ടേപ്പാണ്. അപ്പം ഞാൻ സാധാരണ മെഷീൻ വെച്ചാണ് ബൈൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് കൂടുതൽ പെട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും മെഷീനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മെഷീൻ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇതുപോലെ ടേപ്പ് ചുറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇരുട്ട് കയറുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല ഉറുമ്പ് മറ്റുള്ളതിൻ്റെ ശല്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും അതുപോലെ തണുപ്പ് ഏറെ ഒന്നും കയറാതിരിക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ടേപ്പ് ചുറ്റി നമുക്കിതുപോലെ വെക്കാവുന്നതാണ്. ടേപ്പ് ചുറ്റി വെക്കുകയാണെങ്കിൽ ഈച്ചയ്ക്ക് കുറച്ച് പണി കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ടേപ്പ് ചുറ്റി വെച്ചിരിക്കുകയാണ്. ടേപ്പ് ഇട്ട് കൈകൊണ്ടൊന്ന് തൂത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ഒട്ടിക്കിട്ടും. വേണമെങ്കിൽ നമുക്കൊരു ക്രോസ് ടേപ്പ് കൂടെ ഒന്നുകൂടെ വേണേൽ വലിക്കാം. പെട്ടികൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഉറച്ചിരിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടേപ്പ് ചുറ്റാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ആ എൻട്രൻസ് വാതിൽ ഈച്ചയ്ക്ക് മണം കിട്ടാൻ വേണ്ടി കുറച്ച് വെക്കുകയാണ്. ഇനിയും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അതായത് കുറച്ച് കുഞ്ഞീച്ചകൾ, പറക്കാൻ പറ്റാത്ത കുഞ്ഞീച്ചകൾ ഇങ്ങനെ പറന്ന് നിൽപ്പുണ്ടാവും. പക്ഷേ അവർക്ക് അവരുടെ കൂടിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പറന്ന് ചെല്ലാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അവിടെ തന്നെ ഈ കൂട് വെക്കും. എന്നപ്പോഴത്തേക്ക് ഈ ഈച്ചകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പാറി അതിലെ പറന്ന് കിടക്കുന്ന ഈച്ചകളെല്ലാം സാവകാശം കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കയറിയാൽ പോലും നമുക്ക് കൂടുതൽ ഈച്ചകൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ 2 പെട്ടിക്കകത്തും പരമാവധി ഈച്ചകൾ കയറാൻ വേണ്ടിയും നമ്മൾ പെട്ടി ഇങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കെട്ടിത്തൂക്കിയിടും. നമ്മൾ ആ കാണിക്കുന്ന കുക്കിൻ്റെ അകത്താണ് ഈച്ച ഉണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് കാണാം, അവിടെയായിരുന്നു ഈച്ച ഉണ്ടായിരുന്നത്. ഈച്ച അതിലെല്ലാം പാറിപ്പോയിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ചുറ്റിനും ഈച്ച കണ്ടമാനം നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ റാണിവട്ട വെച്ചിട്ടില്ല. നമുക്ക് റാണിവട്ട വെക്കേണ്ടതുണ്ട്. നമുക്കതിന് കുറച്ച് ദിവസം കൂടെ, അതായത് ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കണം. ഒരു പക്ഷേങ്കിൽ ഗെയിനി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വന്ന് നമ്മുടെ ഈ കൂട്ടിൽ നമുക്ക് സെറ്റായി കിട്ടും. അതായത് പഴയ കൂട്ടിലേക്ക് പെട്ടെന്ന് ഗെയിനി വന്ന് കയറി സെറ്റാകാറുണ്ട്. നമ്മൾ പുതിയ കൂട് നമ്മുടെ റാണി ഉള്ളതിനെ അവിടെ താഴെ വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുമാതിരി ഈച്ച കയറി കഴിയുമ്പോൾ നമ്മൾ ഈ പഴയ കൂട് നമ്മൾ അടച്ച് വെക്കണം. ഈ പഴയ കൂട് നമ്മൾ അടച്ച് വെച്ചില്ലെങ്കിൽ പരമാവധി ഈച്ചകളെല്ലാം കൂടെ വന്ന് ഈ നമ്മുടെ മാതൃ കോളനിയിൽ വന്ന് കയറും. അങ്ങനെ മാതൃ കോളനിയിൽ കണ്ടമാനം ഈച്ച കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച റാണി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കൂട് ഒരു പക്ഷേങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോകാം എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. എന്നിരുന്നാലും ഏറ്റവും നല്ലത് ആ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ പരമാവധി. ഇനിയും പല ആൾക്കാരും ഈച്ചയെ കയറ്റിയിട്ട് ദൂരോട്ട് കൊണ്ട് വെക്കാറുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്നത് അടുപ്പിച്ച് തന്നെ വെച്ച് കൊടുക്കാറാണ് പതിവ്. ഇനി നമുക്ക് നമ്മളുടെ ടേപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് പഴയ ഇരുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചുറ്റി വൃത്തിയാക്കി വെക്കണം. കാരണം ഇവിടെ ചൂട് അടിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് ചെറിയ ചൂടൊക്കെ അടിക്കും. അങ്ങനെ ചൂടടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉരുകിപ്പോകാനും കോളനി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ബൈൻഡിങ് മെഷീനെ കുറിച്ച് ഞാൻ എൻ്റെ KS കിസാൻ ബ്രാൻഡിൽ പാക്കിംഗ് എങ്ങനെ ആണ് നമുക്ക് ചെയ്യാം എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ്. അതല്ല, ഈ മെഷീൻ വാങ്ങേണ്ടവർക്ക് മേടിക്കുക. അതിന് വലിയ പൈസയൊന്നുമുള്ള മെഷീനല്ല, ഏകദേശം 250 രൂപയെ ഈ മെഷീന് വിലയുള്ളൂ. പലപ്പോഴും നമ്മുടെ ടേപ്പുകൾ ഇത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് കൂടുതൽ നാളത്തേക്ക് യൂസ് ചെയ്യാം. അതൊരു ഒത്തിരി നാളത്തേക്ക് ഈ നമുക്ക് ടേപ്പ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ വലിച്ചു പൊട്ടിച്ച് കീറിപ്പറിഞ്ഞ് നിങ്ങൾക്കറിയാം അത് രീതിയിലെല്ലാം പോകും. അപ്പം ഇതുപോലുള്ളൊരു മെഷീൻ വളരെ നല്ലതാണ്, താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചൂടില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളിതുപോലെ പാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ചെറുനേർച്ചക്കുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുയോജ്യമായ രീതിയിൽ നമുക്ക് വെക്കാം. അതല്ല, ഒത്തിരി ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഓലകളൊക്കെ മെടഞ്ഞ് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം ഓല മെടഞ്ഞ് വെക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ കാണാം. പലർക്കും ഓല എങ്ങനെയാണ് മേടയുന്നതെന്നും അറിയത്തില്ല. വേണമെങ്കിൽ ഓല എങ്ങനെയാണ് നമുക്ക് മേടയുന്നുള്ളൊരു വീഡിയോ നമുക്ക് KS കിസാൻ ഫ്രണ്ട് വഴി ഞാൻ ഇടാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നതാണ് വേണ്ടതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാനിത് ഇനി കെട്ടിത്തൂക്കിയിട്ട് നമ്മുടെ നിലവിൽ എവിടെയാണോ അവിടെ കൊണ്ടുപോയി വെക്കാൻ പോവുക. ആദ്യം ഞാൻ ചെയ്യുന്നത് മാതൃ കോളനിയിൽ ധാരാളം തേനീച്ചയെ കയറ്റുക എന്നുള്ളതാണ്. പല ആൾക്കാരും മാതൃ കോളനി എടുത്തുകൊണ്ട് ഓടുന്നത് കാണാം ഈച്ച വിരിയാൻ വേണ്ടി. പക്ഷേ അങ്ങനെയല്ല, മാതൃ കോളനിയിൽ പരമാവധി ഈച്ച കയറ്റി കഴിഞ്ഞിട്ട് അവൾ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സാധാരണ കോളനി പിതൃ കോളനിയോട് വെക്കുകയും അപ്പോഴത്തേക്ക് നമ്മളുടെ മറ്റ് ഈച്ചകൾ കൂടെ കയറി ആ കോളനി കൂടുതൽ സക്സസ് ആവുകയും ചെയ്യും. മാതൃ കോളനി അത് കഴിഞ്ഞ് ഒരു ദിവസത്തേക്കെങ്കിലും അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ നമ്മളുടെ ഈച്ചകൾ പുറത്തൊക്കെ പോകുന്ന ഈച്ചകളൊക്കെ വന്നിട്ട് നമ്മുടെ മാതൃ കോളനി തന്നെ കയറത്തുള്ളൂ. അപ്പം നമ്മളുടെ മറ്റേ കോളനിക്കകത്ത് ഈച്ച കുറഞ്ഞു പോകും. കുറച്ച് കഴിയുന്ന ശേഷം അവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, അവിടെ ഞാൻ കൊണ്ട് കൊളുത്തിയിട്ടേ കാണാം. അവിടെ ഉറുമ്പില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ കമ്പി കൊളുത്തിയിട്ടുള്ളൂ. ഉറുമ്പുണ്ടെങ്കിൽ നമുക്കല്ലാത്ത രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇരുന്ന സ്ഥലത്ത് കുഞ്ഞീച്ചകളെല്ലാം വന്ന് നമ്മുടെ പെട്ടിക്കകത്തോട്ട് കയറുക. ഇങ്ങനെ ആ പെട്ടിക്കകത്തോട്ട് കുഞ്ഞീച്ചകൾ ധാരാളം കയറി കിട്ടും. അങ്ങനെ കയറി കിട്ടുമ്പം വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 2 പെട്ടിയും കൂടെ അടുപ്പിച്ചാണ് ഞാൻ കെട്ടിത്തൂക്കിയിടുന്നത് കേട്ടോ. ഇപ്പോൾ 2 പെട്ടിയും കൂടെ അടുപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ടു. അതിൽ മാതൃ കോളനിയുടെ വാതിൽ ഞാൻ അടച്ചും വെച്ചു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാറുണ്ട്. നമ്മുടെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് പൈസ മുടക്കമുള്ള കേസല്ല. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് പൈസ നിങ്ങൾക്ക് മുടക്കമുള്ളതല്ല.
ഹൈപ്പ് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് 3 മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലോട്ട് സ്കോർ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുകയും അതിലൊന്ന് ഞെക്കി കഴിയുമ്പോൾ താഴെ ഹൈപ്പ് എന്ന് എഴുതി കാണിക്കും. അതിലൊന്നുകൂടെ ഞെക്കി കഴിയുമ്പോൾ ഹൈപ്പ് ആകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല നല്ല വീഡിയോ നമുക്കിടാനുള്ള പ്രചോദനം കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.